നിങ്ങൾക്കറിയുമോ ഋഷിമാർ അവലംബിച്ചിരുന്ന മനോഹരമായ ഒരു പദ്ധതിയെക്കുറിച്ച്? അലഖ് ജഗാന എന്നാണ് അതിന് പറയുക. അതെ, സന്യാസിമാർ ഓരോ വീടുകളിലും കയറിയിറങ്ങി ദൈവനാമം ചൊല്ലി ആത്മീയത ഉണർത്തിയിരുന്നു. വീടുകൾ തോറും കയറിയിറങ്ങാനായി അവർ കണ്ടെത്തിയ വഴി എന്നത് ഭിക്ഷ യാചിക്കുക എന്നതാണ്. അവർ ഒരു കഷ്ണം റൊട്ടിയോ ഒരു പിടി അരിയോ ആണ് ഒരു വീട്ടിൽ നിന്നും വാങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ വീടുകളിലും കയറി ചെല്ലാൻ സാധിച്ചു. അങ്ങ് ഇവിടെ ഇരിക്കൂ, ഇവിടെ നിന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിക്കൂ തുടങ്ങിയ സ്വീകരണങ്ങൾ അവർ സ്വീകരിച്ചിരുന്നില്ല. ജനങ്ങളുമായി സംവദിക്കാൻ, സമ്പർക്കമുണ്ടാക്കാൻ അവർ ഓരോ പിടി അരി മാത്രം വാങ്ങി ഓരോ വീടുകളും കയറിയിറങ്ങി. അങ്ങനെ അവർ നൂറുകണക്കിന് വീടുകളിലെത്തി അവരുമായി സംവദിച്ചു. അവരുടെ കഷ്ടപ്പാടുകളും അതിനുള്ള കാരണങ്ങളും കണ്ടറിഞ്ഞു. അവർ പറയുന്നത് കേൾക്കാനും അവരോട് പറയാനുമുള്ള നല്ല അവസരമാണല്ലോ അത്. ഭക്തിഗാനം കേൾക്കാനും സംവദിക്കാനും അക്കാലത്ത് ആളുകൾ കൂട്ടം കൂടാറില്ല. നാരദ മഹർഷി 1-2 മണിക്കൂറുകളാണ് ഒരു സ്ഥലത്ത് ചെലവഴിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചിരുന്നു. നാരദ മഹർഷിയുടെ സംഗീതം കേൾക്കാൻ ആരും ഒരിടത്തും ഒത്തുകൂടിയിരുന്നില്ല. അലഞ്ഞു തിരിയൽ അദ്ദേഹം ഒരു ശീലമാക്കി ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് കണ്ട് സംവദിച്ചു. നിങ്ങളും ഇതുതന്നെ ചെയ്യണം. തീർച്ചയായും നിങ്ങൾ തീർത്ഥയാത്രകൾ ചെയ്യേണ്ടതുണ്ട്.